സജു തോമസ് കൂടി ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. സജു, എന്തായാലും ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഈ ഇസ്രായേലിന്റെ ആക്രമണത്തിന് പിന്നാലെ മുൻകരുതലുകളിലേക്ക് കടന്നു കഴിഞ്ഞിട്ടുണ്ട്. ഇറാൻ വ്യോമപാത അടച്ചതിന് പിന്നാലെ എയർ ഇന്ത്യ നിരവധി വിമാനങ്ങൾ വഴിതിരിച്ചു വിട്ടു എന്നൊക്കെ പറയുന്നു. വിമാന സർവീസുകളിൽ ഉൾപ്പെടെ എന്തൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്? നയതന്ത്ര നീക്കങ്ങളും നടക്കുന്നുണ്ടോ ഇന്ത്യയുടെ ഭാഗത്തു നിന്ന്? ദിവ്യ, തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. എയർ ഇന്ത്യയുടെ ഭാഗത്തു നിന്നും 16 വിമാനങ്ങളാണ് ഇപ്പോൾ വഴിതിരിച്ചു വിട്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ഈ ഒരു പശ്ചിമേഷ്യയിൽ യുദ്ധസമാനമായ സാഹചര്യത്തിലേക്ക് പോകുന്ന സാഹചര്യത്തിലാണ് ഇത്തരം ഒരു നീക്കം നടത്തിയിരിക്കുന്നത്. എയർ ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് രാവിലെ തന്നെ ഇത്തരം ഒരു നിർദ്ദേശം നൽകിയിരുന്നു. മുംബൈയിൽ നിന്നും ഡൽഹിയിൽ നിന്നും ലണ്ടനിലേക്കും അമേരിക്കയിലേക്കും പോയ വിമാനങ്ങളാണ് തിരിച്ചു വിളിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മറ്റു രാജ്യങ്ങളിലേക്ക് ഇപ്പോൾ മാറ്റിയിരിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. 16 വിമാനങ്ങളാണ് നിലവിൽ അന്താരാഷ്ട്ര സർവീസുകൾ ഇപ്പോൾ മാറ്റിയിരിക്കുന്നത്. പ്രധാനമായിട്ടും ലണ്ടൻ, ഹീത്രോ, മുംബൈ അത് വിയന്നയിലേക്ക് തിരിച്ചുവിട്ടു. അതോടൊപ്പം തന്നെ ന്യൂയോർക്ക്, ഡൽഹി, ഷാർജയിലേക്ക് തിരിച്ചുവിട്ടിരിക്കുന്നു. ന്യൂയോർക്ക്, മുംബൈ, ജിദ്ദയിലേക്കാണ് തിരിച്ചുവിട്ടിരിക്കുന്നത്. ലണ്ടൻ ഹീത്രോ വിമാനം ഡൽഹി, മുംബൈയിലേക്ക് തിരിച്ചുവിട്ടു. അതുപോലെ മുംബൈ, ലണ്ടൻ, ഹീത്രോ വിമാനം മുംബൈയിലേക്ക് മടങ്ങുന്നു. അതുപോലെ മുംബൈ, ന്യൂയോർക്ക് വിമാനം മുംബൈയിലേക്ക് മടങ്ങിയെത്തിയിരിക്കുന്നു. ഡൽഹി, വാഷിംഗ്ടൺ അത് ഡൽഹിയിലേക്ക് മടങ്ങിയെത്തിയിരിക്കുന്നു. അതുപോലെ ന്യൂയോർക്ക്, ഡൽഹി അത് വിയന്നയിലേക്കാണ് ഇപ്പോൾ വഴിതിരിച്ചു വിട്ടിരിക്കുന്നത്. വാൻകൂർ, ഡൽഹി അത് ഇപ്പോൾ ജിദ്ദയിൽ എത്തിയിരിക്കുകയാണ്. ഡൽഹി, ന്യൂയോർക്ക്, ഫ്രാങ്ക്ഫർട്ട്, മിൽട്ടൺ വിമാനം അതും വഴിതിരിച്ചു വിട്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ ചിക്കാഗോ, ഡൽഹി വിമാനം ഇപ്പോൾ ജിദ്ദയിൽ എത്തിക്കഴിഞ്ഞു എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. ലണ്ടൻ ഹീത്രോ വിമാനം ബംഗളൂരു, ഷാർജയിലേക്കാണ് അത് ഇപ്പോൾ വഴിതിരിച്ചു വിട്ടിരിക്കുന്നത്. ലണ്ടൻ ഹീത്രോ, ഡൽഹി അത് വിയന്നയിലേക്കും അതുപോലെ ടൊറന്റോ, ഡൽഹി ഫ്രാങ്ക്ഫോർട്ടിലേക്ക് തിരിച്ചുവിട്ടുന്നു. അതോടൊപ്പം തന്നെ ഡൽഹി, ടൊറന്റോ ഡൽഹിയിലേക്ക് മടങ്ങിയെത്തി എന്നുള്ള വാർത്തകളാണ് ഏറ്റവും ഒടുവിലായിട്ട് പുറത്തു വന്നിരിക്കുന്നത്. 16 വിമാന സർവീസുകളാണ് എയർ ഇന്ത്യയുടെ ഭാഗത്തു നിന്നും പല രാജ്യങ്ങളിലേക്ക് ഇപ്പോൾ തിരിച്ചുവിട്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ തിരിച്ചു വിളിച്ചിരിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള വാർത്തകൾ പുറത്തു വന്നിരിക്കുന്നത്. ഒപ്പം തന്നെ എമിറേറ്റ്സ് അതോടൊപ്പം തന്നെ മറ്റു ചില വിമാന കമ്പനികളും അതായത് ഈ വ്യോമപാതയിലൂടെ സഞ്ചരിക്കുന്ന വിമാന കമ്പനികളാണ് ഇപ്പോൾ വഴിതിരിച്ചു വിട്ടിരിക്കുന്നത്. ഇപ്പോൾ സമയക്രമത്തിൽ മാറ്റം വരുത്തിയിരിക്കുന്നതും ലുഫ്റ്റാൻസ എന്ന് പറഞ്ഞ ജർമ്മൻ വിമാന കമ്പനിയും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ലുഫ്റ്റാൻസ, എയർ അമേരിക്ക, അതുപോലെ തന്നെ എയർ ഇന്ത്യ, അതുപോലെ അമേരിക്കൻ എയർലൈൻസ്, അതുപോലെ ഗൾഫ് എയർലൈൻസ് അടക്കമുള്ള വിമാന കമ്പനികളാണ് ഈ ഒരു വ്യോമയാന പാത ഇപ്പോൾ ഉപേക്ഷിച്ചിരിക്കുന്നത്. എന്തായാലും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വലിയ സംഘർഷപൂർണ്ണമായ ഒരു സാഹചര്യം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഇറാന്റെയും ഇറാഖിനും മുകളിലൂടെയുള്ള മിക്കവാറും എല്ലാ വ്യോമപാതകളും അടച്ചിരിക്കുകയാണ്. ഇനിയൊരു യുദ്ധസമാനമായ സാഹചര്യത്തിലേക്ക് നീങ്ങാനുള്ള സാഹചര്യമാണ് ഇപ്പോൾ ലോകരാജ്യങ്ങൾ മുന്നിൽ കാണുന്നത്. എന്തായാലും വളരെ വലിയ രീതിയിലുള്ള മുൻകരുതലുകളാണ് ഈ വിമാന കമ്പനികളുടെ ഭാഗത്തുനിന്നും അന്താരാഷ്ട്ര ഏവിയേഷൻ ഏജൻസിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ 2001 മുതലുള്ള ചരിത്രം നോക്കുകയാണെങ്കിൽ വിവിധ രാജ്യങ്ങൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് വിമാന സർവീസുകളെ ബാധിച്ചത് 8 വിമാനങ്ങളാണ് നിലവിൽ തകർന്നിരിക്കുന്നത്. 2001 മുതൽ 2025 വരെയുള്ള 24 വർഷത്തെ കണക്കുകളാണ് ഞാൻ പറയുന്നത്. അതായത് 8 വിമാനങ്ങളാണ്, യാത്രാ വിമാനങ്ങളാണ് ഇത്തരത്തിലുള്ള ആക്രമണങ്ങളിലൂടെ വിമാനങ്ങൾ തകർന്നിരിക്കുന്നു. അതിൽ 4 വിമാനങ്ങൾ കാണാതായിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെയധികം സുരക്ഷാപൂർണ്ണമായിട്ടുള്ള സാഹചര്യം നിലനിർത്തേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ഈ രാജ്യങ്ങൾ, പ്രത്യേകിച്ച് ഇറാൻ, ഇറാഖ്, അതുപോലെ ലിബിയ, സിറിയ അടക്കമുള്ള രാജ്യങ്ങൾക്ക് മുകളിലൂടെയുള്ള മറ്റ് ആഭ്യന്തര സർവീസുകൾ ഇപ്പോൾ നിർത്തലാക്കിയിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് കൂടുതൽ ആക്രമണങ്ങൾ ഉണ്ടാകാം എന്നുള്ള ചില ഇന്റലിജൻസ് വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് അത്തരമൊരു നീക്കത്തിലേക്ക് കടന്നിരിക്കുന്നത്. എന്തായാലും ഇന്ത്യൻ വ്യോമയാന മന്ത്രാലയവും ഇതുമായി ബന്ധപ്പെട്ട ഇന്ത്യൻ എയർലൈൻസ്, എയർ ഇന്ത്യ അടക്കമുള്ള ചില വിമാന സർവീസുകളും സർവീസുകളും ഇപ്പോൾ ഈ വ്യോമപാതയിലുള്ള വിമാന ഈ രീതിയിൽ വിമാന സർവീസുകളിലെ മാറ്റം എന്നതിലപ്പുറം നയതന്ത്ര നീക്കങ്ങളും സജീവമാകുന്നുണ്ടോ? കാരണം ഈ ആക്രമണത്തിന് പിന്നാലെ, ഈ യുദ്ധത്തിന് പിന്നാലെ ഇപ്പോൾ US ഉൾപ്പെടെയുള്ള രാജ്യങ്ങളൊക്കെ ഇറാൻ, ഇറാഖിൽ നിന്നുള്ള എംബസിയിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരെയൊക്കെ ഒഴിപ്പിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള നീക്കങ്ങളിലൊക്കെ ഇന്ത്യ കടന്നേക്കുമോ? ദിവ്യ, പ്രധാനമായിട്ടും ഇറാനിലെയും ഇസ്രായേലിലെയും ഇന്ത്യക്കാരോട് ഇന്ത്യൻ എംബസി നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. അവർ ഉടൻ തന്നെ അവർ താമസിക്കുന്ന ഇടത്തേക്ക് മാറണമെന്നും തിരിച്ചു വരാൻ വേണ്ടിയുള്ള നടപടികൾ ആരംഭിക്കണമെന്നുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ ഇന്ത്യൻ എംബസി നൽകിയിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇന്ത്യയിൽ നിന്ന് ഇസ്രായേലിലേക്ക്, പ്രത്യേകിച്ച് കേരളത്തിൽ നിന്നുള്ള നിരവധി പേർ ഇസ്രായേൽ ജോലി ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഇന്ത്യൻ പൌരന്മാര് ഇറാനിലും ഇറാഖിലുമായിട്ടുണ്ട്. അതുകൊണ്ട് ഒക്കെ തന്നെ ഈ ജനങ്ങളോട് ജാഗ്രതാ നിർദ്ദേശമാണ് പ്രാഥമികമായിട്ട് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. ഇരു രാജ്യങ്ങളും തമ്മിൽ നേരത്തെയും സമാനമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ ഉണ്ടായ സാഹചര്യത്തിൽ അത്തരത്തിലുള്ള ചില മുന്നറിയിപ്പുകൾ ഇന്ത്യൻ എംബസിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. സമാനമായി തന്നെയാണ് ഇപ്പോൾ ഇരു രാജ്യങ്ങളിലെയും ഇന്ത്യൻ പൌരന്മാർക്ക് അതിജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. നിങ്ങൾ ബങ്കറുകളിലേക്ക് മാറണമെന്നും ഇരു രാജ്യങ്ങളും കൽപ്പിക്കുന്ന തരത്തിലുള്ള നിയന്ത്രണങ്ങൾ പാലിക്കാൻ വേണ്ടി നിങ്ങൾ തയ്യാറാകണമെന്നുള്ള നിർദ്ദേശമാണ് പ്രധാനമായിട്ടും ഇപ്പോൾ ഇന്ത്യ നൽകിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പ്രശ്നങ്ങൾ നയതന്ത്ര ബന്ധത്തിലൂടെ പരിഹരിക്കണമെന്ന ആവശ്യവും ഇന്ത്യ ഇപ്പോൾ ഉന്നയിച്ചിട്ടുണ്ട്. നേരത്തെ അമേരിക്ക ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു മുൻകരുതൽ നടപടി എന്ന് വേണം അമേരിക്കയുടെ ഭാഗത്തു നിന്ന് ഒരു
ചില നീക്കങ്ങൾ ഉണ്ടായെങ്കിൽ പോലും അതിനെയൊക്കെയും അപ്രസക്തമായിക്കൊണ്ടാണ് ഇപ്പോൾ ഇസ്രായേലിന്റെ ഒരു ആക്രമണം ഉണ്ടായിരിക്കുന്നത്. അതായത് പ്രത്യക്ഷ ആക്രമണമാണ് ഇപ്പോൾ ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് ഇറാനെതിരെ ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്ഥിതിഗതികളൊക്കെയും ഇന്ത്യ ഇപ്പോൾ നിരീക്ഷിക്കുകയാണ്. എന്തായാലും ഇന്ത്യൻ പൗരന്മാർ, ഈ രണ്ട് രാജ്യങ്ങളിലുമുള്ള ഇന്ത്യൻ പൗരന്മാർ ഉടൻ തന്നെ രാജ്യങ്ങളുടെ മുന്നറിയിപ്പുകൾ പാലിക്കണമെന്നും മുൻകരുതലുകളിലേക്ക് ഇന്ത്യയും കടന്നിരിക്കുകയാണ് എന്ന് തന്നെയാണ്.